വയനാട് പുനരധിവാസത്തിന് 529.50 കോടിയുടെ മൂലധന നിക്ഷേപ വായ്പ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. ടൌൺഷിപ്പ് അടക്കം 16 പദ്ധതികൾക്കാണ് വായ്പ അനുവദിച്ചിരിക്കുന്നത്. പലിശരഹിത വായ്പ 50 വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ധനവകുപ്പ് അഡീഷണൽ സെക്രട്ടറിക്ക് കത്തയച്ചു. മാർച്ച് 31-നകം പണം ഉപയോഗിക്കണമെന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം സമയപരിധിയിൽ പണം പൂർണ്ണമായും വിനിയോഗിക്കുന്നത് പ്രായോഗികമല്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആ ദുരന്തത്തെ തുടർന്ന് നമ്മൾ 2000 കോടിയുടെയെങ്കിലും നഷ്ടം അടിയന്തരമായി അതിനുള്ള നഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻഡ് പോലെ ഉള്ള ഗ്രാൻഡാണ് നമ്മൾ ചോദിച്ചത്. സാധാരണ ഇങ്ങനെയുള്ള സഹായമാണ് കൊടുക്കുന്നത്. എന്നാൽ ആ ഗ്രാൻഡായിട്ടുള്ള തുകയല്ല കിട്ടിയത്. പിന്നെ വായ്പ ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ വായ്പയും ചോദിച്ചിരുന്നു. കാരണം ഇത് അടിയന്തരമായി നടപ്പിലാക്കേണ്ടതാണ്. ഇപ്പോൾ കാപ്പെക്സ് സ്കീം അനുസരിച്ചിട്ട് 529 കോടി രൂപയാണ്, ഏകദേശം 530 കോടി രൂപയുടെ വായ്പയാണ് ഇപ്പോൾ കിട്ടിയത്. അത് ദീർഘകാലം കൊണ്ട് അടയ്ക്കേണ്ട വായ്പയാണ്. അത് വായ്പ തിരിച്ചടയ്ക്കണം. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ചെലവ് ചെയ്ത് തീർത്താലേ ആ വായ്പയുടെ ഇത് കിട്ടൂ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മൾ ഈ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഈ അസംബ്ലിയുടെ SDGയിലൊക്കെ ചേർക്കേണ്ടതാണ്. ഇതൊക്കെ ചേർത്ത് മുന്നോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ വായ്പയാണ് കിട്ടിയതെന്നുള്ളതുകൊണ്ട് 50 പിന്നെ ഈ പറഞ്ഞ കാപ്പെക്സ് വായ്പയാണ്. ഇത് തന്നെ വളരെ വൈകി എന്നുള്ളത് പ്രശ്നമുണ്ട്. കുറച്ചുകൂടി മുമ്പ് തന്നെ അവർ അനുവദിക്കാമായിരുന്നു. എന്തായാലും ഗ്രാൻഡ് കിട്ടേണ്ടതാണ്. ഇത്തരം ദുരന്തങ്ങൾക്ക് ഏത് സ്റ്റേറ്റിന് വന്നാലും പ്രത്യേകമായ ഒരു വായ്പയല്ലാതെ തന്നെ ഒരു സഹായം കിട്ടുന്നതാണ്. അത് കിട്ടിയിട്ടില്ല. എന്നാലിപ്പം ഇത് ഈ SDG ഇത് നമ്മുടെ ഈ സ്പെഷ്യൽ വായ്പ എടുത്തിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞതനുസരിച്ച് ബാക്കി എല്ലാ അനുവാദങ്ങളും കിട്ടിയാൽ ഒരു വർഷത്തിനകം അടുത്ത വർഷം തന്നെ ആ ദുരിതാശ്വാസത്തിൻ്റെ ആദ്യ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള ടൗൺഷിപ്പ് മറ്റു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ലക്ഷ്യമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകും. 2000 കോടി രൂപയുടെ പാക്കേജിന് പകരം 500 കോടി രൂപ വായ്പയായി നൽകുവാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം കടുത്ത അനീതിയാണെന്ന് VD സതീശൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ സഹായം വയനാടിന് ആശ്വാസമാകുമെന്നും സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ കാരണം മുടങ്ങിക്കിടക്കുകയായിരുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാവുകയാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു.